നമസ്കാരം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 4:5. ജ്ഞാനം സമ്പാദിക്കുക, വേഗം നേടുക, മറക്കരുത്, എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങളെ വിട്ടുമാറരുത്. അതുപോലെ തന്നെയാണ് ജ്ഞാനവും വിവേകവും സമ്പാദിക്കുക എന്നാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങളെ പോലെ തന്നെയാണ് ജ്ഞാനവും വിവേകവും ഏറ്റവും പ്രധാനമാണ്. ഇവയൊക്കെയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഓരോ വഴികളിലും ഏറ്റവും നന്നായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇവർക്കും ഒരിക്കൽ കൂടി വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ വചനങ്ങളെ പോലെ തന്നെയാണ് ജ്ഞാനത്തിനും വിവേകത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനവും വിവേകവും ഉള്ള ഒരാൾ എന്ത് കാര്യം ചെയ്താലും പ്രവർത്തിച്ചാലും അതൊക്കെയും വളരെയധികം കൃത്യതയോടുകൂടി വളരെയധികം ചിന്തിച്ച് ഓരോരുത്തർക്കും ഞാൻ ചെയ്യുന്ന കാര്യം നല്ലതായിരിക്കുമോ, അതോ ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മാത്രമേ ഓരോരുത്തരും പ്രവർത്തിക്കാറുള്ളൂ. ജ്ഞാനവും വിവേകവും ഒക്കെ കൂടെയുള്ള ഒരു വ്യക്തി, ജ്ഞാനത്തോടും വിവേകത്തോടും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ. അപ്പോൾ ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയൊരു സംഭവമാണ് ഞാനിന്ന് സ്റ്റോറിയായിട്ട് പറയുന്നത്. അതിനു മുൻപ് നമുക്കൊരു കോള് വരുന്നുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എൻ്റെ പേര് മോളി. മോളി ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? മാനന്തവാടിന്ന്. മാനന്തവാടി അല്ലേ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഞാനും മകനും മാത്രമേ ഉള്ളൂ. ആൻറ്റിയും മകനും മാത്രമല്ലേ? അപ്പോൾ നമുക്കെന്താ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിന് മുൻപായി എന്തൊക്കെ കാര്യങ്ങളാണ് ദാവീദ് ഒരുക്കി വെച്ചത്? കഥകളുടെ ആണികൾക്കായിട്ടും കൊത്തുകൾക്കായിട്ടും വളരെ ഇരുമ്പും തൂക്കമില്ലാതെ വളരെ സമ്മതവും അനവധി ദേവദാരുവും ഒരുക്കി വെച്ചു. അപ്പോൾ അതാണ് കേട്ടോ ആൻസർ. ഓക്കെ, അപ്പോൾ കൽപ്പണിക്കാരെ നിയമിച്ചു. കതകുകൾക്ക് ആണികളും കൊളുത്തുകളും പണിയുവാൻ ഇരുമ്പും താമ്രവും ദേവദാരുവും ഒരുക്കി വെച്ചു. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻറ്റി പാട്ട് പാടാറുണ്ടോ? ആണോ? എങ്കിലൊരു 4 വരി പാടാമോ? മുന്തിരിച്ചെടിയല്ലോ ഞാൻ, നിങ്ങളതിൻ ശാഖകളും നിങ്ങളെന്നിൽ വസിക്കൂ, പൂത്തുതാളിർക്കും നിങ്ങളെന്നിൽ വസിക്കയും വെന്തകേനം നിങ്ങൾക്കുള്ളിൽ വാസവേഗം തേടുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം ചോദിച്ചിടാമാവയെല്ലാം ലഭ്യമാകുമെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ശലോമോൻ പണി കഴിപ്പിക്കുവാൻ പോകുന്ന ആലയം എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ് ദാവീദ് പറഞ്ഞത്? ആലയത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പണി കഴിപ്പിക്കുവാൻ പോകുന്ന ആലയം എങ്ങനെയുള്ളതായിരിക്കണമെന്ന്. ആലയത്തിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഹലോ, ആലയത്തിന്, അതായത് ഞാൻ പറഞ്ഞുതരാം, ആലയത്തിന് കീർത്തിയും ശോഭയും കൊണ്ട് സർവ്വദേശങ്ങളിലും മഹത്വമേറിയതായിരിക്കണം. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ദൈവത്തിന് ആലയം പണിയുവാൻ ശലോമോനെയാണ് ചുമതലപ്പെടുത്തിയതെങ്കിലും അതിനുവേണ്ട ഒരുക്കങ്ങൾ ചെയ്തു വെച്ചത് ദാവീദാണ്. അതെന്തുകൊണ്ടാണ്? ഇളം പ്രായമായിരുന്നു. ചെറുപ്പമായതുകൊണ്ടും ഇളം പ്രായമുള്ളവനായിരുന്നു. വേറെന്താ? എന്തോ വേറെന്താണ് കാര്യം? ചെറുപ്പമാണ്. ഇളം പ്രായമുള്ളവനാണ്. യഹോവയ്ക്കായി പണിയേണ്ട 4 മാസം
കീർത്തിയും ശോഭയും കൊണ്ട് ഓരോ ദിവസങ്ങൾക്കും അതിമഹത്വമുള്ളതായിരിക്കും. ഓക്കെ ആൻറ്റി, ഓക്കെ ഓക്കെ. അതായത് ശലോമോൻ ചെറുപ്പമാണ്, അവന് പരിചയക്കുറവുണ്ട്, അതിനാലാണ് കേട്ടോ. ആയി. ഓക്കെ, കറക്റ്റാണ് കേട്ടോ. ഇനി ബൈബിളിലെ ഒരു വചനം കൂടി പറയാമോ ആൻറ്റി? വചനം പറയാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ പുത്രനെ നൽകുവാൻ പറ്റുക ദൈവം ലോകത്തിൽ അത്രമാത്രം സ്നേഹിച്ചു. ഓക്കെ, നല്ലൊരു വചനമായിരുന്നു. ഇനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം: ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ഒരു ആലയം പണിയുവാൻ ദാവീദ് കൽപ്പന കൊടുത്തത് ആർക്കാണ്? അതെ, ശലോമോൻ. ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ ആൻറ്റി, എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. അത് സാരമില്ല, നമുക്ക് അടുത്ത തവണ വിളിക്കുമ്പോ ഓക്കെ ആക്കാം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ മാനന്തവാടിയിൽ നിന്നും മോളി ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി ഒരു പാട്ടുപാടി, അതുപോലെ തന്നെയാണ് ബൈബിളിലൊരു വചനം പറഞ്ഞു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമുക്കിനി നേരെ കഥയിലേക്ക് പോകാം. വളരെയധികം ദൂരെ ജോലി ചെയ്യുന്ന ഒരു യുവാവിനെ കുറിച്ചാണ് പറയുന്നത്. തൻ്റെ ഭവനത്തിൽ നിന്നും വളരെയധികം ദൂരെ പോയാണ് വ്യക്തി ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഈ യുവാവിന് എപ്പോഴും വളരെയധികം ദുഃഖമാണ്. കാരണം തനിക്ക് എപ്പോഴും വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. ഇതാണ് ഈ യുവാവിൻ്റെ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാരണം ഈ യുവാവിന് എപ്പോഴും വീട്ടിൽ നിൽക്കാനും അമ്മയോടും സഹോദരങ്ങളോടും ഒപ്പം വീട്ടിൽ നിൽക്കുവാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. പക്ഷേ തൻ്റെ ജോലി വളരെയധികം ദൂരെ ആയതുകൊണ്ട് മാത്രം അവിടെ നിന്ന് തന്നെ ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷേ എങ്കിലും എല്ലാ വർഷവും തൻ്റെ അമ്മയുടെ പിറന്നാൾ ദിവസം എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്നൊരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൻ്റെ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ തനിക്ക് ഓഫീസ് ജോലി ആയതുകൊണ്ട് തന്നെ ലീവ് കിട്ടാത്ത ഒരു അവസരമായതുകൊണ്ട് അമ്മയുടെ അടുക്കൽ പോകുവാനോ എല്ലാ വർഷവും അമ്മയ്ക്ക് കൊടുക്കുന്നൊരു സമ്മാനം കൊടുക്കുവാനോ ഈ യുവാവിന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ യുവാവ് കരുതി എന്തെങ്കിലും അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഈ യുവാവ് അമ്മയ്ക്ക് ഒരു ചെറിയൊരു ബൊക്കയും അതിനോടൊപ്പം തന്നെയാണ് മറ്റൊരു ഗിഫ്റ്റും കൂടെ വാങ്ങിച്ചിട്ട് അത് അമ്മയ്ക്ക് ഒന്ന് അയച്ചു കൊടുക്കാം എന്ന് ഈ യുവാവ് കരുതുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു ബൊക്കെ വാങ്ങുവാൻ വേണ്ടി കടയിലേക്ക് എത്തിയപ്പോൾ ആ കടയുടെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞുകുട്ടി, ഒരു 5 വയസ്സുകാരി ഇരിക്കുന്നത് കണ്ട് വളരെയധികം ദുഃഖത്തിലാണ് ആ കുട്ടി ഇരിക്കുന്നതെന്ന് ആ യുവാവ് അവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി. അതിനുശേഷം യുവാവ് അമ്മയ്ക്കുള്ള ആ ഒരു ചെറിയൊരു ബൊക്കെ വാങ്ങിച്ചു. ബൊക്കെ വാങ്ങിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ചെറിയൊരു കുട്ടി വളരെയധികം ദുഃഖത്തിൽ വേണ്ടി ഇരിക്കുവാണ്. ആ കടയിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ യുവാവിന് മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നി. കാരണം എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി എത്രത്തോളം വിഷമത്തിലിരിക്കുന്നത്, കാര്യം എന്താണെന്ന് ചോദിച്ചറിയാമെന്ന് കരുതി. അപ്പോൾ ഈ യുവാവ് പോയിട്ട് എന്താണ് കാര്യമെന്ന് തിരക്കുമ്പോൾ ആ കുഞ്ഞുകുട്ടി പറയുന്നുണ്ട്, എനിക്കെൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു റോസ് മേടിച്ചു കൊടുക്കണം, പക്ഷേ എനിക്കതിനുള്ള പണം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ വളരെയധികം ദുഃഖത്തിലിരിക്കുന്നതെന്ന് ഈ കുഞ്ഞുകുട്ടി പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഈ യുവാവിന് വീണ്ടും വളരെയധികം ദുഃഖമായി. കാരണം തനിക്ക് തൻ്റെ അമ്മയുടെ അടുക്കൽ പോകണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. തൻ്റെ അതേ വിഷമത്തിലാണ് ഈ കുട്ടിയും ഇരിക്കുന്നത്. അമ്മയ്ക്കൊരു ചെറിയൊരു റോസ് മേടിച്ച് കൊടുക്കണമെന്നാണ് ആ കുട്ടിയുടെ ആഗ്രഹം. പക്ഷേ കുട്ടിയുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി ആ യുവാവ് ഒരു ചെറിയൊരു റോസ് മേടിച്ചിട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ റോസ് കിട്ടിയപ്പോൾ തന്നെ കുട്ടിയുടെ മുഖത്ത് ഒരുപാട് സന്തോഷമായി. കാരണം താൻ ആഗ്രഹിച്ചതാണ്, ഒരിക്കലും നടക്കില്ലെന്ന് കരുതി. പക്ഷേ അയാൾ തന്നെ സഹായിച്ചിരിക്കുകയാണ് തനിക്കൊരു റോസ് കിട്ടി അമ്മയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി. അപ്പോൾ ആ കുട്ടി ഒരു റിക്വസ്റ്റും കൂടി യുവാവിനോട് പറഞ്ഞു, ഞാൻ ഈ റോസ് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് വളരെയധികം സന്തോഷമായിരുന്നേനെ, എന്നോടൊപ്പം വരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ചെറിയൊരു കുട്ടിയുടെ ആ ഒരു ആവശ്യം കേട്ടപ്പോൾ യുവാവിന് ഒരിക്കലും എനിക്ക് പറ്റത്തില്ല എന്ന് പറയുവാൻ ഒരിക്കലും സാധിച്ചിരുന്നില്ല. ഈ യുവാവും ആ കുട്ടിയുടെ കൂടെ അമ്മയുടെ അടുക്കലേക്ക് പോയി.
അങ്ങനെ ഈ കുഞ്ഞുകുട്ടിയും യുവാവും ചേർന്ന് അമ്മയുടെ അടുക്കിലേക്ക് പോയി. പക്ഷേ ആ പോകുന്ന ആ സ്ഥലം ഒരിക്കലും ആ യുവാവ് പ്രതീക്ഷിച്ചിരുന്നൊരു സ്ഥലമായിരുന്നില്ല. അതെവിടെയാണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്. ഈ രണ്ടാമത്തെ കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ബോബി എന്നാണ്, നെയ്യാറ്റിൻകര അല്ലേ? ബോബി ചേട്ടാ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അച്ഛന്, അമ്മയും, 2 സഹോദരിമാരും, എന്റെ ഭാര്യയും. ഓക്കെ, വൈഫുണ്ടല്ലേ? ഓക്കെ, ചേട്ടാ വർക്ക് ചെയ്യുവാണോ? ഓ, സുവിശേഷ പ്രവർത്തനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹോമയാഗത്തിനുള്ള എന്തൊക്കെ വസ്തുക്കളാണ് ഓർന്നാൻ ദാവീദിന് നൽകാമെന്ന് പറഞ്ഞത്? ഹോമയാഗവും മെതിവണ്ടിയും, മെതിവണ്ടി, ഭോജനയാഗവും ഗോതമ്പും. ഭോജനയാഗത്തിന് ഗോതമ്പും മെതിവണ്ടിയും. പിന്നെ ഹോമയാഗത്തിന് വേണ്ടി എന്താണ് നൽകിയത്? ഹോമയാഗത്തിന് വിറകിന് മെതിവണ്ടികൾ, ഭോജനയാഗത്തിന് ഗോതമ്പ്. ഇനി ഹോമയാഗത്തിന് വേണ്ടി നൽകുന്നത് എന്താണ്? ഹോമയാഗത്തിന് വേണ്ടി കാളകളെ. ഓക്കെ, കാളകൾ. അതെ അതെ, അപ്പോൾ ആൻസർ കറക്റ്റാണ്. ഹോമയാഗത്തിനുള്ള കാളകൾ, വിറകിന് മെതിവണ്ടികൾ, ഭോജനയാഗത്തിന് ഗോതമ്പ്. ഓക്കെ, കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ, ചേട്ടൻ പാട്ട് പാടുന്നുണ്ടോ? ഓക്കെ, ഒരു നല്ലൊരു പാടിക്കോളൂ. സ്തുതിച്ചിടുന്നേ, ഞങ്ങൾ സ്തുതിച്ചിടുന്നേ, സ്തോത്രം പാടി പുകഴ്ത്തിയിടുന്നേ, ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ അത്യുന്നതനേ നിനക്കു സ്തുതി, ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ അത്യുന്നതനേ നിനക്കു സ്തുതി. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓർന്നാന്റെ മെതിക്കളം ദാവീദ് എങ്ങനെ വാങ്ങുവാനാണ് ആഗ്രഹിച്ചത്? ചെലവ് കൂടാതെ ഞാൻ നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്ക് അട്ടെടുക്കില്ല, ചെലവ് കൂടാതെ ഹോമയാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. അതല്ല ചേട്ടാ, ഓർന്നാന്റെ മെതിക്കളം ദാവീദ് എങ്ങനെ വാങ്ങുവാനാണ് ആഗ്രഹിച്ചത്? അതാണ് ക്വസ്റ്റ്യൻ. മുഴുവിലയ്ക്ക്. ആൻസർ കറക്റ്റ് ആണ്. മുഴുവൻ വിലയും കൊടുത്ത്. ഓക്കെ ഓക്കെ, ഇനി ചേട്ടന് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? രൂത്ത് അല്ലേ? ഓക്കെ, രൂത്ത് എന്നൊരു കഥാപാത്രത്തെ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താ? അത് അമ്മാവിയമ്മയുടെ കൂടെ മരണം വരെ പറ്റിച്ചേർന്ന് നിൽക്കൊണ്ടിരിക്കുന്നു. അമ്മാവിയമ്മയോട് പറയുന്നത്, നീ പോകുന്നിടത്ത് ഞാൻ പോകും, ഞാൻ മരിക്കുന്നിടത്ത് ഞാൻ മരിച്ചടക്കപ്പെടും ഒക്കെയാണ്. എന്നാലും ഞാൻ നിന്നെ വിട്ട് പിന്മാറി പോവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ രൂത്തിന്റെ വംശത്തിലാണ് യേശു കർത്താവ് ജനിച്ചത്. ഈ കാരണങ്ങൾ കൊണ്ടാണല്ലേ രൂത്തിനെ ഇഷ്ടം. പിന്നെ ബോവസിന്റെ ഭാര്യയായിട്ട്. ഓക്കെ ഓക്കെ ഏട്ടാ, ഓക്കെ ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ഓർന്നാന്റെ സ്ഥലത്തിന് ദാവീദ് എന്തു വിലയാണ് കൊടുത്തത്? 600 ശേക്കൽ പൊന്ന്. അതെ അതെ, ആൻസർ കറക്റ്റാണ്. 600 ശേക്കൽ പൊന്ന്. ഇനി ബൈബിളിലെ ഒരു വചനം പറയാമോ? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു, എന്നിൽ കായ്ക്കത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്ന ചതി ഫലം കായ്ക്കലിന് കെട്ടി വെടിപ്പാക്കുന്നു. ഓക്കെ, നല്ലൊരു വചനമായിരുന്നു. ഇനി അവസാന ക്വസ്റ്റ്യൻ, ദാവീദിന്റെ യാഗാർപ്പണത്തിനും പ്രാർത്ഥനയ്ക്കും യഹോവ എങ്ങനെയാണ് മറുപടി നൽകിയത്? ദാവീദിന്റെ യാഗാർപ്പണത്തിനും പ്രാർത്ഥനയ്ക്കും യഹോവ മറുപടി നൽകിയത് എങ്ങനെയാണ്? അതിന് ആ യാഗാർപ്പണത്തിനും അതുപോലെ തന്നെയാണ് ആ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകുന്ന ഒരു രീതിയുണ്ട്. അതെങ്ങനെയായിരുന്നു മറുപടി കൊടുത്തത്? ഹോമപീഠത്തിന്മേൽ എന്ത് ചെയ്തു?
കാളകളാർത്തി. അല്ല, ഇവിടെ വരുന്ന ആൻസർ ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന്മേൽ തീ ഇറക്കിയാണ് മറുപടി നൽകിയത്. ഓക്കെ, സാരല്ല കേട്ടോ. 25 വരെ വായിച്ചതല്ലോ, അതിന്റെ പ്രശ്നമോ, കുഴപ്പമില്ല. അപ്പോൾ 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ, എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. തിരുവനന്തപുരത്ത് നിന്നും ബോബി ചേട്ടനാണ് വിളിച്ചത്. ചേട്ടൻ 4 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബൈബിളിലെ ചില കാര്യങ്ങൾ പറഞ്ഞു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ ആ യുവാവിനെ കുറിച്ചും ആ 5 വയസ്സുകാരിയായ കുഞ്ഞു കുട്ടിയെക്കുറിച്ചുമാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടിയുടെ ആവശ്യാനുസരണം ആ കുട്ടിയുടെ അമ്മയ്ക്ക് ആ ഒരു ഫ്ലവർ കൊടുക്കുന്നതിന് വേണ്ടി ഈ യുവാവും കൂടെ പോവുകയാണ്. പക്ഷേ ഇയാൾ കരുതിയത് ആ കുട്ടിയുടെ അമ്മയെ കാണുവാൻ വീട്ടിലേക്കാണ് പോകുന്നതെന്ന്. പക്ഷേ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ആ കുഞ്ഞുകുട്ടി നടന്നു പോയത് കുറച്ച് അകലെയുള്ള ഒരു സെമിത്തേരിയിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഈ യുവാവ് വളരെയധികം, കാരണം താൻ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല നടന്നത്. എന്നിട്ട് ഈ കുഞ്ഞുകുട്ടി പറയുന്നുണ്ട്, എൻ്റെ അമ്മ 1 വർഷം മുന്നേ മരണപ്പെട്ടു. അമ്മയെ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഇന്ന് അമ്മയുടെ ആണ്ടാണ്. എനിക്ക് അമ്മയുടെ കല്ലറയിൽ ഒരു റോസെങ്കിലും വെക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിന് സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങൾ വന്നുകൊണ്ട് മാത്രമാണ് എനിക്കൊരു റോസ് മേടിച്ചുകൊണ്ട് ഇവിടെ വരുവാനും എൻ്റെ അമ്മയുടെ കല്ലറയിൽ വയ്ക്കുവാനും സാധിച്ചത്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഈ കുഞ്ഞുകുട്ടി 5 വയസ്സുകാരി വളരെയധികം ദുഃഖത്തോടെ കരഞ്ഞ് യുവാവിനോട് പറയുകയാണ്. ഇത് കണ്ടപ്പോൾ യുവാവിന് ഒരിക്കലും ആ ഒരു വിഷമം സഹിക്കാൻ പറ്റിയില്ല. അത്രത്തോളം തനിക്കും വിഷമമായി. അങ്ങനെ അവിടെ ആ റോസൊക്കെ വെച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ആ കുഞ്ഞുകുട്ടി അവിടെ നിന്ന് ഇറങ്ങി. ഇത് കണ്ടപ്പോൾ യുവാവിന് വളരെയധികം ദുഃഖമായി. കാരണം ആ കുട്ടിക്ക് ആരുമില്ല. വീണ്ടും ആ കുട്ടിയുടെ അടുക്കൽ ചെന്നിട്ട് ഇയാൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോഴാണ് വളരെ കാലങ്ങൾക്ക് മുൻപേ, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പിതാവും മരിച്ചുപോയി. കഴിഞ്ഞ വർഷം മാതാവും മരിച്ചുപോയി. തന്നെ ഇപ്പോൾ നോക്കുവാനോ ശുശ്രൂഷിക്കുവാനോ തൻ്റെ പഠനത്തിനോ അതിനുവേണ്ടിയുള്ള ഒരു കാര്യത്തിനും ഒന്നിനും തൻ്റെ കയ്യിൽ കാശില്ല. തന്നെ സംരക്ഷിക്കാനും ആരുമില്ല. വളരെയധികം ദുഃഖത്തിലാണെന്ന് ആ കുഞ്ഞുകുട്ടി അവളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ യുവാവിനത് ഒരിക്കലും തന്നെ ആ കുട്ടിയുടെ ആ വേദനകളും ദുഃഖങ്ങളും ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കുവാൻ സാധിച്ചില്ല. ഒരുപാട് ദുഃഖമായി. അയാൾ നേരെ അമ്മയ്ക്കൊന്ന് ഫോൺ വിളിച്ചു. അമ്മയോട് ബർത്ത്ഡേ വിഷ് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഞാൻ ഇന്ന് അമ്മയ്ക്ക് കുറച്ച് ഗിഫ്റ്റ് അയക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ എനിക്കിന്ന് ഓഫീസ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് സാധിച്ചില്ല, ലീവും കിട്ടിയില്ല. പക്ഷേ അതിനേക്കാളും എനിക്ക് ദുഃഖകരമായ ഒരു കാര്യമാണ് അമ്മയോട് പറയേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നടന്ന ഓരോ സംഭവങ്ങളും അമ്മയോട് പറയും. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, അമ്മ നമുക്ക് ഈ കുഞ്ഞിനെ എൻ്റെ അനുജത്തിയായിട്ട് വളർത്തിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. മകൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ, ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഒരിക്കലും അമ്മയ്ക്ക് അത് നിറവേറ്റാൻ കഴിയില്ല എന്ന് പറയാൻ സാധിച്ചില്ല. മകൻ്റെ ആവശ്യാനുസരണം അതെന്താണെന്നോ, ആ ഒരു കുഞ്ഞുകുട്ടിയുടെ പഠന ചെലവിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുവാൻ ആ അമ്മയും സമ്മതിച്ചു. അങ്ങനെ ആ യുവാവിൻ്റെ അത്രയും വളരെ വളരെ വലിയൊരു മനസ്സിനുടമയായത് കൊണ്ട് തന്നെയാണ് ആരോരുമില്ലാത്തൊരു കുഞ്ഞുകുട്ടിക്ക് പഠനവും പിന്നെ അങ്ങോട്ടുള്ള അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും ആ യുവാവും ആ കുടുംബവും സഹായകരമായി തീർന്നു. ഇവിടെ ആ യുവാവിൻ്റെ സ്നേഹവും വാത്സല്യവും അതുപോലെ തന്നെയാണ് ഒരു വ്യക്തികളോട് എങ്ങനെ ഇടപെടേണ്ടത്, അങ്ങനെയുള്ള ഓരോ ക്വാളിറ്റികളും നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. കാരണം ആരോരുമില്ലാത്തൊരു കുഞ്ഞിന് ഒരു സഹായമാകുവാനും പിന്നെ ആ കുഞ്ഞിനെ എടുത്തു വളർത്തുവാനുള്ള ഒരു മനസാക്ഷി, അതാണ് നമ്മൾ ആ യുവാവിൻ്റെ ഏറ്റവും വളരെ വലിയൊരു ക്വാളിറ്റിയായിട്ട് പറയേണ്ടത്. നമുക്കെന്തായാലും ഒരു കോൾ വരുന്നുണ്ട്. അവസാനത്തെ കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? മിനി. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? പത്തനാപുരം മാങ്കോട് അല്ലേ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഞാന്, അച്ഛന്, 2 മക്കള്. ഓക്കെ. ആൻറ്റി, അങ്കിളും മക്കളും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
യഹോവ എന്തുകൊണ്ട് ദേവാലയം പണിയുവാൻ ദാവീദിനെ അനുവദിച്ചില്ല? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആ യഹോവ എന്തുകൊണ്ട് ദേവാലയം പണിയുവാൻ ദാവീദിനെ അനുവദിച്ചില്ല? നീ വളരെ ഉം. രക്തം ചീന്തിയ ഒരു യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ്, അതായത് യുദ്ധങ്ങൾ. കറക്റ്റാണ് കേട്ടോ ആൻസർ. വലിയ യുദ്ധങ്ങൾ നടത്തി ഭൂമിയിൽ വളരെയേറെ രക്തം ചിന്തിയിരിക്കുന്നതിനാൽ. ഓക്കെ, ആൻസർ കറക്റ്റാണ്. രണ്ടാമത്തെ ചോദ്യം, ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയുവാൻ യഥാർത്ഥമായി ആഗ്രഹിച്ചത് ആരാണ്? ശലോമോൻ. ശലോമോനാണോ ആഗ്രഹിച്ചത്? ദാവീദ് ശലോമോനോട്. ആരായിരുന്നു ആഗ്രഹിച്ചത് ആലയം പണിയുവാൻ? യഥാർത്ഥമായിട്ട് ആരാണ് ആഗ്രഹിച്ചത്? ശലോമോൻ. ശലോമോനാണോ ദാവീദാണോ? ദാവീദ് ശലോമോനോട് പറഞ്ഞു. അപ്പോൾ ആരാണ്, ഒരു ഉറപ്പിക്കാമോ ആരെങ്കിലും ഒരാളെ? ദാവീദ്. അപ്പോൾ ആൻസർ കറക്റ്റാണ്, ദാവീദ്. ഓക്കെ, ഇനി ബൈബിളിലെ ഒരു വചനം പറയാമോ ആൻറ്റി? ബൈബിളിലെ? അതെ, ബൈബിളിലെ 23 സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലേക്ക് എന്നെ നടത്തുന്നു. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെയധികം സിമ്പിളായിട്ടുള്ള നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ദൈവത്തിന് ആലയം പണിയുവാൻ ആഗ്രഹിച്ച ദാവീദിന് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായത് എന്താണ്? ആലയം പണിയുവാൻ ആഗ്രഹിച്ച ദാവീദിന് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായത് എന്താണ്? നീ വളരെ രക്തം ചീന്തി വലിയ യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചൊരിയിച്ചത് കൊണ്ട് നാമത്തിന് ഒരു ആലയം പണിയരുത്. അതെ, നീ ഇതിന് മുൻപാകെ ഭൂമിയിൽ ബഹുരക്തം ചീന്തിയിരിക്കുന്നു. കറക്റ്റാണ് കേട്ടോ ആൻസർ. നീ വലിയ യുദ്ധങ്ങൾ നടത്തി വളരെയധികം രക്തം ചൊരിയിച്ചത് കൊണ്ട് നീ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയരുത്. കറക്റ്റാണേ. ഇനി അവസാന ചോദ്യം, ആലയം പണിയുവാൻ ദൈവം നിയോഗിച്ച ദാവീദിന്റെ മകൻ ആരായിരുന്നു? ശലോമോൻ. അതെ, ആൻസർ കറക്റ്റാണ്, ശലോമോൻ. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞേ. എന്തായാലും ആൻറ്റി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ പത്തനാപുരത്ത് നിന്നും മിനി ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിൽ ഒരു വചനം പറഞ്ഞു, നല്ലൊരു കോളായിരുന്നു. അപ്പോൾ ഇവിടെ മാതാപിതാക്കളെക്കുറിച്ചും അതുപോലെ തന്നെയാണ് ഒരാളുടെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും നമുക്ക് നമ്മുടെ മാതാപിതാക്കളടുത്ത് മാതാപിതാക്കൾ അരികിലുണ്ടായിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വളരെ വലിയ ദുഃഖമൊന്നും കാണത്തില്ല. കാരണം എപ്പോഴും മാതാപിതാക്കൾ നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് വളരെ അകലെ ആവുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് ഇല്ലാത്തൊരു അവസരമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അവരുടെ വാല്യൂ എത്രത്തോളമാണെന്നും അവരില്ലാത്തൊരു ജീവിതം നമുക്ക് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഇങ്ങനെയുള്ള ഓരോ ചിന്തകളും വരുന്നത്. ഇവിടെ ആ കുട്ടിയുടെ കാര്യം എടുത്താൽ ആ കുട്ടിയുടെ ആ ചെറിയ പ്രായത്തിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു, ഇനി എങ്ങനെ ജീവിക്കണമെന്നറിയില്ല. ഇനി ആ യുവാവിൻ്റെ കാര്യം എടുത്താൽ ആ അപ്പനും അമ്മയും ഇല്ലാത്ത കുട്ടിയുടെ ദുഃഖം മനസ്സിലാവും. താൻ അമ്മയുമായിട്ട് വളരെ അകലെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം പോലും കാണുവാൻ കഴിയാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അമ്മയുടെ പിറന്നാൾ ദിനമായിട്ട് പോലും അമ്മയെ കാണുവാനോ സംസാരിക്കുവാനോ ഒന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞിൻ്റെ ദുഃഖം മനസ്സിലാക്കി അവളെ പിന്നെ തുടർന്നുള്ള അവളുടെ പഠനവും അവളെ വളർത്തുവാനൊക്കെ ആ യുവാവ് തീരുമാനിക്കുന്നത്. അപ്പോൾ മകൻ്റെ ആ സ്നേഹവും സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളുള്ള മകൻ്റെ സ്നേഹം മനസ്സിലാക്കിയാണ് അതിന് കൂടെ നിൽക്കുവാൻ ആ അമ്മയും തയ്യാറായത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കൂടെയുള്ളവർ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ എപ്പോഴും ഒരു സ്നേഹവും കരുതലും ഉണ്ടായിരിക്കണം. കാരണം നമ്മളൊരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ
അവരെ സംരക്ഷിക്കേണ്ടത്, അവർക്കുള്ള ഓരോ കാര്യങ്ങളും ചെയ്ത് നൽകേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ ഒരു മകൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മകൾ എന്ന രീതിയിൽ നമ്മൾക്കൊരു വാല്യൂ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് എപ്പോഴും അപ്പനും അമ്മയെയും ബഹുമാനിക്കുന്നവരായിരിക്കണം. അവർക്ക് വേണ്ട സ്നേഹവും കരുതലും നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്തു നൽകുവാൻ സാധിക്കുമോ അതൊക്കെയും കൊടുക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരായിരിക്കണം. ഏതായാലും വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.